192 ദിവസങ്ങൾ പിന്നിട്ട് ആശാ വർക്കേഴ്സിന്റെ സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരം അടുത്ത ഘട്ടത്തിലേക്ക്. ഇന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ NHM ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി ലഭ്യമാക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക തുടങ്ങിയവയാണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, ദിവസങ്ങളായി തുടരുന്ന സമരം അത് ഇന്ന് 192 ദിവസത്തിലേക്ക് എത്തുകയാണ്. അതിനിടയിൽ പുതിയ ഘട്ടത്തിലേക്ക് സമരം കൊണ്ടുപോകുന്നുണ്ട് സമരക്കാർ. അടുത്ത ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള സമര പരിപാടികളാണ് ആലോചിക്കുന്നത്? മേഘന. കഴിഞ്ഞ ഫെബ്രുവരി 10 ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു സമരവുമായി വരുന്നത്. അതിനുശേഷം നീണ്ട സമരപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഈ സമരത്തിന്റെ പല ഘട്ടങ്ങളും കഴിയുന്നു. ഇന്ന് 192 ദിവസങ്ങൾ പിന്നിട്ട് 193 ദിവസത്തിലാണ് സമരം എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഒരു NHM ഓഫീസ് മാർച്ചിലേക്ക് ആശാ വർക്കർമാർ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അതിൽ ആശാ വർക്കേഴ്സ് പറയുന്നത് ഇവർ സമരം അവസാനിപ്പിക്കില്ല. അത് ഇവരുടെ ആവശ്യങ്ങളായിട്ടുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുകൂല്യവും ഇൻസെന്റീവും വർദ്ധിപ്പിച്ച് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ, കൂടാതെ ഉത്സവ ഭത്ത വർദ്ധിപ്പിക്കുക, അങ്ങനെ ഇവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ അതേ ആവശ്യങ്ങളാണ് ഇപ്പോഴും അവർ പറയുന്നത്. അതിൽ ഒരു പരിഹാരമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകാതെ സമരം അവസാനിപ്പിക്കില്ല. അതിൽ ഇപ്പോൾ മണ്ഡലം തലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലുമാണ് അവർ സമരം നടത്തുന്നത്. 1000 പ്രതിഷേധ സദസ്സുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്നത്. സമാന്തരമായി സെക്രട്ടേറിയറ്റ് പടിക്കലും സമരം നടത്തുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് NHMലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. അതേസമയം ഈ ഒരു പ്രതിഷേധം നടത്തുമെന്ന് സൂചിപ്പിച്ച് NHM അധികൃതർക്ക് ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അതിനിടയിൽ ഈ സമരം പൊളിക്കൽ എന്ന ആരോപണം ശക്തമാക്കിക്കൊണ്ട് ഒരു പരിശീലന പരിപാടി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് ഇന്ന് ഒരു പരിശീലന പരിപാടി നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. പിന്നീട് വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്ന് ആ പരിപാടി അല്ലെങ്കിൽ ഈ പരിശീലന പരിപാടി മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി NHM അധികൃതർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. പരിശീലന പരിപാടി ഉച്ചയ്ക്ക് ശേഷമാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തുക. അവരുടെ ആദ്യഘട്ടത്തിൽ, അതായത് ഈ 192 ദിവസങ്ങൾ മുന്നേ ഈ സമരം തുടങ്ങുമ്പോൾ ഉന്നയിച്ച ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അങ്ങനെ സമരം ശക്തമാക്കുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ശരി, മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.